പറഞ്ഞു വരുന്നത് സെയ്ദിദ ഷഹീദായി വീഴുന്നു. ആദ്യമായിട്ട് റസൂൽ പറഞ്ഞതുപോലെ. പിന്നെ പതാക പിടിക്കുന്ന ആരാണ്? ജാഫറാണ്. ജാഫറും ഷഹീദായി വീഴുന്നു. ജാഫർ ഷഹീദായി വീഴുന്നതിന്റെ പിന്നിൽ ഇബ്നു ഉമർ പറയുന്നു, ഞാൻ നേരിട്ട് കണ്ടു, സഹീഹായ ഹദീസിലാണ്, 90ഓളം മുറിവുകൾ മുമ്പിൽ മാത്രം, ഒരു മുറിവ് ബാക്കിലില്ല. ജാഫറിന്റെ ബാക്കിൽ ഒരു മുറിവില്ല, ഒരു മുറിവ് ബാക്കിലില്ല. അപ്പോൾ ബാക്കോട്ട് ഓടിയിട്ട് തന്നെ ഇല്ല. ഒരു കൈ നഷ്ടപ്പെട്ടപ്പോൾ മറ്റേ കൈ പിടിച്ചു, മറ്റേ പതാക നഷ്ടപ്പെട്ടപ്പോൾ 2 കൈയും കൊണ്ട് ഇങ്ങനെ തൂക്കിപ്പിടിച്ചു, ചോരങ്ങട്ട് ഒലിക്കുകയാണ്. അവസാനം ഒരു കൈ ശേഷിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അവരെന്ത് ചെയ്തിരുന്നു? കേറിയ കുതിരയെ അറുത്ത് കളഞ്ഞു. ശത്രുക്കൾ ഗനീമത്തായി കൊണ്ടുപോകരുത് എന്റെ കുതിരയെ എന്ന് തീരുമാനിച്ചുകൊണ്ട് കേറിയ കുതിരയെ ആദ്യം അറുത്തു. കൈ ഏതായാലും പോയി, ഇനി പോകുമെന്ന് ഉറപ്പാണ്, ഇനി ഷഹീദാകുകയാണെങ്കിൽ ഷഹീദാവട്ടെ, പക്ഷെ എന്റെ കുതിരയെ ആരെടുക്കരുത്? ശത്രുക്കൾ എടുക്കരുത് എന്ന് തീരുമാനിച്ചുകൊണ്ട് കഴുതയെ ആദ്യമായിട്ട് കൊന്നുകളഞ്ഞിരുന്നു. പിന്നെ നിലം പതിച്ചു, ഷഹീദാവുകയും ചെയ്തു മഹാനായ ജഅഫർ ഇബ്നു അബി താലിബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലുള്ള ഈ സ്വർഗ്ഗത്തോപ്പ്, ഇപ്പോൾ സ്വർഗ്ഗത്തോപ്പ് എന്ന് പറയുന്ന ഭാഗമാണ് അന്നത്തെ പള്ളി. ആ പള്ളിയുടെ ഒരു ഭാഗത്തിരിക്കുകയാണ്. കമ്പിയില്ല, കമ്പിയിലൂടെ വാർത്ത വരുന്നു. റസൂലുള്ളാഹിയോട് സഹാബാക്കൾ ചോദിക്കുന്നു, ഫോണില്ല, മൊബൈലില്ല, ഇവിടെ സംഭവം നടക്കുന്നത് ഷാമിലാണ്. ഇവിടെ റസൂൽ ഇരുന്നിട്ട് പറയുന്നു, വഹിയിലൂടെ വാർത്തകൾ വരികയാണ്. സെയ്ദ് ഇബ്നു ഹാരിസ പതാക പിടിച്ചു, അദ്ദേഹം ഷഹീദായി. പിന്നെ ജാഫർ ഇബ്നു അബി താലിബ് പതാക പിടിച്ചു, അദ്ദേഹവും ഷഹീദായി. പിന്നെ അബ്ദുല്ലാഹി ഇബ്നു റവാഹ പതാക പിടിച്ചു, അദ്ദേഹവും ഷഹീദായി. പിന്നെ മുസ്ലിങ്ങൾ എന്നിട്ട് അള്ളാഹുവിന്റെ ഊരപ്പെട്ട വാളാകുന്ന ഖാലിദ് ഇബ്നുൽ വലീദ് സൈഫുല്ലാഹിൽ മസ്ലൂൽ അതാ രംഗത്തിറങ്ങി. അദ്ദേഹം രംഗത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങൾക്ക് വിജയം നൽകുകയും ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നിന്ന് വാർത്ത നൽകുന്നു. എന്ന് മാത്രമല്ല, ദുൽജനാഹൈനായിട്ടാണ് അദ്ദേഹത്തിന്റെ അഥവാ ജഅഫർ ഇബ്നു അബി താലിബിന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പറന്നു പോകുന്നത്. 2 ചിറകിന്റെ ഉടമയായിട്ട് പറന്നു പോകുന്നതായിട്ടാണ് ഞാൻ അദ്ദേഹത്തിനെ കണ്ടത് എന്നും അദ്ദേഹത്തിനെ സ്വർഗത്തിൽ കണ്ടത് എന്നും മറ്റൊരു റിപ്പോർട്ടിലും മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം നൽകി. അസ്മാ ബിൻത് ഉമൈസിനുണ്ടാകുന്ന പ്രയാസം പറയേണ്ടതില്ല. നിങ്ങൾക്കറിയാം, അസ്മാഇന്റെ ഭർത്താവാണ് ഇപ്പോൾ ഷഹീദായി നിലം പതിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചോരബന്ധമുള്ള അനുജനും കൂടിയാണ്. 8ഓളം വർഷങ്ങൾ ഐത്യോപ്യയിൽ ഇസ്ലാമത പ്രബോധനത്തിന് നേതൃത്വം നൽകിയതായ വ്യക്തിക്ക് റസൂലും ഇസ്ലാമും നൽകിയതായ സമ്മാനമാണ് സ്വർഗത്തിലേക്ക് പറന്നു പോകാനുള്ള ചാൻസ് ഉണ്ടാക്കി കൊടുത്തത്. വിദേശത്തിലൂടെ തന്നെ, വിദേശത്തിൽ പ്രവർത്തിച്ചവർക്ക് വിദേശത്തിലൂടെ തന്നെ സ്വർഗത്തിലേക്ക് പറന്നു ചെല്ലാനുള്ളതായ ചാൻസ് നൽകിയത്. നിങ്ങൾ ഇതുവരെ കേട്ടതൊക്കെ സഹീഹായ ഹദീസിലൂടെയുള്ള വാർത്തകൾ തന്നെയാണ്. ഒരു കഥയും ഇതിലില്ല, കെട്ടുകഥകളും ഇതിലില്ല, സഹീഹായ ഹദീസുകൾ തന്നെയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, അല്ലയോ സഹാബാക്കളെ, ഇന്ന് ആല് ജഅഫർ പ്രയാസത്തിലാണ്. ജഅഫറിന്റെ വീട്ടുകാര് പ്രയാസത്തിലാണ്. അതുകൊണ്ട് അവർക്ക് നിങ്ങൾ ഭക്ഷണമുണ്ടാക്കി കൊടുക്കണം. എന്തുകൊണ്ട്? മരിച്ച വീട്ടുകാർ സ്വയം ഭക്ഷണമുണ്ടാക്കി അവല് കുഴച്ചിട്ട് ഖബറടക്കാൻ വേണ്ടി പോയവരെ തീറ്റിപ്പിക്കുന്ന പദ്ധതി അനിസ്ലാമികമാണെന്നത് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ നാട്ടിൽ അതല്ല നടക്കുക. ഞങ്ങളുടെ നാട്ടിൽ എനിക്ക് ഓർമ്മയുണ്ട്, അടുത്ത കാലഘട്ടത്തിൽ ഖബർസ്ഥാനത്തിൽ വെച്ചിട്ട് അടികൂടി. എന്താ കാരണം? ഖബർസ്ഥാനത്തിൽ നിന്നിട്ട് ഒരു വിഭാഗം നമുക്ക് വീട്ടിൽ പോകുകയല്ലേ, അവിടെ അവല് തയ്യാറായിട്ടുണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ അവല് തിന്നാൻ പോകാൻ പാടില്ല ഇസ്ലാമിലെന്ന് മറ്റൊരുത്തൻ പറഞ്ഞപ്പോൾ ആ പറഞ്ഞവനോ എന്നെ ഇടിക്കാൻ വേണ്ടി ആൾക്കാർ വന്നു എന്നാണ് റസൂൽ കൽപ്പിച്ചത്. അങ്ങനെയാണ്. മരിച്ചവരുടെ വീട്ടിൽ മരിച്ചവർ എന്ത് ചെയ്യാൻ പാടില്ല? ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല. അയൽവാസികളോ ദൂരബന്ധമുള്ളവരോ, അടുത്ത ബന്ധമുള്ളവരല്ല, ദൂരബന്ധമുള്ളവരോ 3 ദിവസം അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം.